മനഖ ഈ പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൈവശക്കാർ എന്നാണ് പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കൈവശക്കാർ നികുതി അടയ്ക്കേണ്ടതുണ്ടോ, കൈവശക്കാരെ ഇറക്കി വിടില്ല, അവിടെ നിന്ന് ഇറക്കി വിടുമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറം നിങ്ങൾ, അതായത് അച്ഛനപ്പൂപ്പന്മാരായി ജനിച്ചു വളർന്ന് താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇറക്കി വിടുമോ എന്ന ആശങ്കയ്ക്കപ്പുറം നമ്മളിപ്പോൾ താമസിക്കുന്നത്, അതായത് അവരിപ്പോൾ താമസിക്കുന്നത് അവരുടേതായ ഇടത്തല്ല എന്ന നോട്ടീസാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, അതായത് ഇന്നലെ നമ്മൾ കണ്ടു കുറച്ച് കുട്ടികൾ പ്രതികരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യും, പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ എന്ത് ചെയ്യും, ഇത്തരമുള്ള ഒട്ടേറെ ആശങ്കകൾ കൂടി അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണ്. പി ജയരാജൻ പലപ്പോഴും പല വേദികളിലും എടുത്ത നിലപാടുകൾ ഇതൊക്കെ തന്നെയാണ്. കൈവശക്കാരെന്നാണ് ഈ സമൂഹത്തിനെ അദ്ദേഹം തുടർച്ചയായി അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് അവരെ കാണുമ്പോൾ പോലും ഈ ആത്മകഥ ഇത്രയധികം ഈ വിഷയം ചർച്ചയാകുന്നതിന് മുൻപ് വന്നതാണ്. അതിലും അദ്ദേഹം എങ്ങനെയാണ് ഈ വഖഫ് ഭൂമിയിൽ ഉള്ള ആളുകൾ, വഖഫ് ഭൂമിയിലെ നോട്ടീസ് ലഭിച്ചിരിക്കുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്യുന്നത്? അതിലും ഈ തരത്തിൽ തന്നെയുള്ള ഒരു ഇടപെടൽ തന്നെയാണോ, അല്ലെങ്കിൽ എന്ത് നിലപാടെടുക്കാൻ സാധ്യത എന്നുകൂടി ആ പുസ്തകത്തിലെ വരികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും? തീർച്ചയായും ഈ പുസ്തകത്തിലെ വരികൾ വായിക്കുന്നതിലൂടെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPMന്റെ നിലപാട് എല്ലാ കാലത്തും വഖഫ് വിഷയത്തിൽ അല്ലെങ്കിൽ വഖഫ് കയ്യേറ്റങ്ങൾക്ക് മൗനാനുവാദം നൽകുന്ന അല്ലെങ്കിൽ രഹസ്യമായി പിന്തുണ നൽകുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ പോലും ഒരു ജനത രാവും പകലും അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടം നടക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ എന്താണ് മുനമ്പം വിഷയത്തിൽ എന്ന് നമുക്ക് അറിയാം. ഗാലറിയിലിരുന്ന് കളി കാണുകയാണ് സർക്കാർ, ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മുനമ്പം വിഷയം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപാണ് ജയരാജൻ ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തക പ്രകാശന സമയത്ത് തന്നെ ഏറെ വിവാദങ്ങളിലൂടെയാണ് ഈ പുസ്തകം കടന്നുപോയിരിക്കുന്നത്. ഇപ്പോൾ ജയരാജൻ ആ പുസ്തകം എഴുതിയിരിക്കുന്ന ആ വരികൾ, ആ പേജിന് തൊട്ടു മുമ്പായി പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷം മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആ പുസ്തകത്തിലെ ആ വരികൾക്ക് മുകളിലായി ആ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ജയരാജൻ ഇത്തരത്തിൽ ഒരു സത്താർ കമ്മീഷനെ നിയോഗിച്ചതും വഖഫിന് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സത്താർ കമ്മീഷൻ റിപ്പോർട്ടിനെ കൃത്യമായി ഇടത് സർക്കാർ തങ്ങൾ അംഗീകരിച്ചിരുന്നു. അത് നടപ്പിലാക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നതാണ്. 2008 VS അച്യുതാനന്ദൻ സർക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ജസ്റ്റിസ് സത്താർ അധ്യക്ഷനായി കൊണ്ടുള്ള ഒരു സമിതിയെ രൂപീകരിക്കുന്നത്. ഈ സമിതി ഒരു അന്വേഷണവും നടത്താതെ, ഒരു രേഖയും പരിശോധിക്കാതെ തികച്ചും ഏകപക്ഷീയമായി ഒരു പക്ഷത്തിന് വേണ്ടി മാത്രം നിലപാടെടുത്ത ഒരു കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് തങ്ങൾ അംഗീകരിച്ചു എന്നാണ് ജയരാജൻ തന്റെ പുസ്തകത്തിൽ തുറന്നെഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്നും തന്നെ കൃത്യമായി വ്യക്തമാണ് CPMന്റെ നിലപാട് എന്താണ്. ഇപ്പോൾ പോലും വഖഫ് വിഷയത്തിൽ പാർട്ടി എടുക്കുന്ന അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ സർക്കാരിന് എല്ലാ കാലത്തും വഖഫിന്റെ ഒപ്പം നിൽക്കുന്ന നിലപാടാണ്. അത് തന്നെയാണ് ജയരാജൻ ഇപ്പോൾ തുറന്നെഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ബുക്കിലെ ജയരാജന്റെ വരികൾ ഏറെ ചർച്ച ചെയ്യപ്പെടും. എന്തായാലും ഈ സത്താർ കമ്മീഷൻ റിപ്പോർട്ട് UDF സർക്കാരാണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ സത്താർ കമ്മീഷനിലെ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മുസ്ലിം പെൺകുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷയിൽ മൈനസ് മാർക്ക് വേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ഈ രീതിയിലൊക്കെയായിരുന്നു ആ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. അതിനെയാണ് CPM ഇവിടുത്തെ ഇടതുപക്ഷം അംഗീകരിച്ചിരിക്കുന്നു. അത് നടപ്പിലാക്കാനുള്ള എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട് എന്ന് ജയരാജൻ തന്റെ പുസ്തകത്തിൽ തുറന്നെഴുതിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഒരു നിലപാട് ഇങ്ങനെയാണ് എന്ന കാര്യത്തിൽ ജനങ്ങൾ തീർച്ചയായും മനസ്സിലാക്കും.